പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവം മുമ്പാകെ താണിരിപ്പാനും തിരുവെഴുത്തുകളെ ധ്യാനിപ്പാനും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ചില കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള ഈ ഗാനം രചിക്കുവാനും സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് അടിയന് നൽകിത്തന്ന ഈരടികൾ പാടുവാനായി തുടങ്ങുകയാണ്. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ഹാനോക്കെന്ന ദൈവഭക്തൻ തൻ്റെ കുടുംബത്തിലും വിശ്വസ്തൻ. ഹാനോക്കെന്ന ദൈവഭക്തൻ തൻ്റെ കുടുംബത്തിലും വിശ്വസ്തൻ. ദൈവഭയമുള്ളതിനാ ദൈവത്തോടു കൂടെ നടന്നു. ദൈവഭയമുള്ളതിനാ ദൈവത്തോടു കൂടെ നടന്നു. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ഹാബേൽ എന്ന ദൈവഭക്തൻ വിശുദ്ധിയിൽ യാഗം കഴിച്ചു. ഹാബേൽ എന്ന ദൈവഭക്തൻ വിശുദ്ധിയിൽ യാഗം കഴിച്ചു. ദൈവത്തിന് പ്രസാദമായി ദൈവകൃപയനുഭവിച്ചു. ദൈവത്തിനു പ്രസാദമായി ദൈവകൃപയനുഭവിച്ചു. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. മെതുശലഹ് എന്ന ഭക്തനും പിതാവിൻ്റെ ആശീർവാദവും. മെതുശലഹ് എന്ന ഭക്തനും പിതാവിൻ്റെ ആശീർവാദവും. തലമുറ തലമുറയാ ആയുസ്സേകി ദൈവം മാനിച്ചു. തലമുറ തലമുറയാ ആയുസ്സേകി ദൈവം മാനിച്ചു. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ദൈവത്തിൻ്റെ കൽപ്പനയും നോഹയുടെ പെട്ടകവും. ദൈവത്തിൻ്റെ കൽപ്പനയും നോഹയുടെ പെട്ടകവും. പെട്ടകത്തിലെട്ടു പേരും ജീവരക്ഷ പ്രാപിച്ചല്ലോ. പെട്ടകത്തിലെട്ടു പേരും ജീവരക്ഷ പ്രാപിച്ചല്ലോ.
ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. നോഹയുടെ സന്തതികൾ ശേം മുതൽ അബ്രഹാം വരെ നോഹയുടെ സന്തതികൾ ശേം മുതൽ അബ്രഹാം വരെ ഇസഹാക്കും യാക്കോബോ ഇസ്രായേൽ എന്ന പേരും ലഭിച്ചു. ഇസഹാക്കും യാക്കോബോ ഇസ്രായേൽ എന്ന പേരും ലഭിച്ചു. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. യഹൂദാ ഗോത്രവോ 12 പ്രഭുക്കന്മാരോ 12 ഗോത്രങ്ങളോ യഹൂദ വംശവോ 12 ഗോത്രവോ യൂദാ വംശത്തിലേശുവോ. ആ വരി ഒന്നുകൂടെ ഒന്ന് പാടുകയാണ്. യഹൂദാ ഗോത്രവോ 12 പ്രഭുക്കന്മാരോ 12 ഗോത്രങ്ങളും യഹൂദ വംശത്തിൽ ക്രിസ്തുവോ. യഹൂദ ഗോത്രവോ 12 പ്രഭുക്കന്മാരോ 12 ഗോത്രങ്ങളും യഹൂദ വംശത്തിൽ ക്രിസ്തുവോ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. യേശുവിൻ്റെ ജനനം മുതൽ കാൽവറി മരണം വരെ യേശുവിൻ്റെ ജനനം മുതൽ കാൽവറി മരണം വരെ ലോകത്തിൻ്റെ പ്രകാശമായി സ്വർലോകനാഥൻ പ്രകാശിച്ചല്ലോ. ലോകത്തിൻ്റെ പ്രകാശമായി സ്വർലോകനാഥൻ പ്രകാശിച്ചല്ലോ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. യേശുവിൻ്റെ ഉയർപ്പു മുതൽ ക്രിസ്തൻ്റെ വരവു വരെ യേശുവിൻ്റെ ഉയർപ്പു മുതൽ ക്രിസ്തൻ്റെ വരവു വരെ വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. നോഹയുടെ ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ.
യേശുവിൻ്റെ കാലം മുതൽ കാൽവരി മരണം വരെ ലോകത്തിൻ്റെ പ്രകാശമായി സ്വർലോകനാഥൻ പ്രകാശിച്ചല്ലോ. യേശുവിൻ്റെ കാലം മുതൽ കാൽവരി മരണം വരെ ലോകത്തിൻ്റെ പ്രകാശമായി സ്വർലോകനാഥൻ പ്രകാശിച്ചല്ലോ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. യേശുവിൻ്റെ ഉയർപ്പു മുതൽ യേശുവിൻ്റെ വരവു വരെ യേശുവിൻ്റെ ഉയർപ്പു മുതൽ യേശുവിൻ്റെ വരവു വരെ വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. വിശുദ്ധന്മാർ വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. വിശുദ്ധന്മാർ ഒരുങ്ങിടുന്നു വാനമേഘെ പറന്നുയരാ. ആദാമിൻ്റെ ജനനം മുതൽ നോഹയുടെ കാലം വരെ ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. വഷളായി തീർന്നുവല്ലോ. ആദാമിൻ്റെ സന്തതികൾ വഷളായി തീർന്നുവല്ലോ. വഷളായി തീർന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് ചില വാക്കുകൾ എടുത്തു പാടിയതിൽ തെറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് പാടിക്കൊള്ളും. ഞാനിത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തുടങ്ങി ആദാമിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം മുതൽ ഉയർപ്പ് വരെ മാത്രവുമല്ല മധ്യാകാശ വരവ് വരെയുള്ള ഈരടികൾ ഓടിച്ചൊന്ന് പാടുവാൻ കർത്താവായ യേശുക്രിസ്തു അടിയന് കൃപ നൽകി. 2 ദിവസം പാട്ട് കേൾക്കാത്തതുകൊണ്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഇട്ട പാട്ട് 17 പാട്ടുണ്ട്, ഇത് 18ാമത്തെ പാട്ടാണ്. 2 പാട്ട് കൂടെ പാടി തൽക്കാലം ഞാൻ നിർത്തിയിട്ട് മെസ്സേജിലേക്ക് കയറും. അതിനായി പ്രാർത്ഥനയോടെ ഈ ഗാനം കേൾക്കാം. ഈ ഗാനത്തെ കർത്തൃപാദപീഠത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് അടിയനെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ ഗാനം പാടുവാൻ കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. May God bless you all abundantly.